നമസ്കാരം. വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് എന്താണ് ന്യൂസ് എന്ന് നോക്കിയാൽ സ്വർണത്തിൻ്റെ വില 20 രൂപ ഇറങ്ങിയിരിക്കുന്നു. 16,375 ആണ് 24 ക്യാരറ്റ് ഗോൾഡ്. 15,010 22 ക്യാരറ്റ് ഗോൾഡ്. ആൻഡ് വെള്ളി വന്നിട്ട് 265 എന്നാണ് പറയുന്നത്. ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ അത് 2,42,000 ആണ്. ഒരു ദിവസം ഫുള്ളും ഡൗൺ ഇരുന്ന മാർക്കറ്റ് അവസാനം ഈ CAS സെറ്റിൽമെൻറ്റിൽ അതിൽ കയറ്റി വിട്ട് 115 പോയിന്റ് അവർ ചെയ്തിരിക്കുന്നു. ഈ കയറ്റം വന്നിട്ട് ബാങ്ക് നിഫ്റ്റിനെ 80 മാനേജ് ചെയ്തതാണ്. IT ഡൗണ്, മെറ്റൽ ഡൗണ്, ഓട്ടോ ഡൗണ്, ഫാർമ വെരി ഫ്ലാറ്റ് ആൻഡ് FMCG ഡൗണ്. മാർക്കറ്റിന് മാത്രം കഷ്ടപ്പെട്ട് കയറ്റിയിരിക്കുന്നു. USD INR 95.70. ഈ ട്രെൻഡ് 94 ഓവറാൾ നോക്കിയെങ്കിൽ മാർക്കറ്റ് വന്നിട്ട് വീക്കാ തന്നെ ഇരിക്കുന്നു. ഗോൾഡ് സർപ്രൈസ് ആയിട്ട് ഇന്ത്യയിൽ ഫാളാണ്. മറ്റ് സ്ഥലങ്ങളിലൊക്കെ 4200 മുകളിൽ ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ ഇരിക്കുന്നു. കല്യാൺ ജുവലേഴ്സ് 1% അപ്പ്. സിപ്ല 1.5% ഡൗൺ ആണ്. അങ്കമയിൽ 1.5% ഡൗൺ ആണ്. ഇതിൽ നോക്കിയെങ്കിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് 45 പൈസ ഡിവിഡൻഡ് അനൗൺസ് ചെയ്തിരിക്കുന്നു. ഒരു ഷെയർ അങ്ങനെ വാങ്ങിയിരിക്കുന്നു. ഇതിൽ എന്തെന്ന് നോക്കിയാൽ 5 രൂപയ്ക്ക് നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ 45 പൈസ എന്ന് പറയുമ്പം 9% നിങ്ങൾക്ക് ഈൽഡ്. 1 രൂപയ്ക്ക് വാങ്ങിയവർക്ക് ഇത് ഒരു 9% ഈൽഡ് ബോണ്ട് പോലെ ആയിരിക്കുന്നു. പ്രിൻസിപ്പലും ഏറിയോണ്ടേ പോകുന്നു. ഇപ്പോൾ എന്തെന്ന് മറന്നു. 45+ ആണ്. ഹാപ്പിയാണ്. അതേസമയം ഗോൾഡ് 3 മാസം ഹൈ 4700 ക്രോസ് ആയിരിക്കുന്നു. അതുപോലെ ഡോളർ വീക്കൻ ആയിരിക്കുന്നു. ഇത് എന്തെന്ന് വെച്ചാൽ നിങ്ങൾ വെറും ഡോളറെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്തൊരു ബ്രിട്ടീഷ് പൗണ്ട് ചോദിച്ചു, ഞാൻ കണ്ടായിരുന്നു. 141 ആണ് ബ്രിട്ടീഷ് പൗണ്ട്. ഇന്ന് നിങ്ങൾ ഇംഗ്ലണ്ട് ചെല്ലുവാണെങ്കിൽ 141 രൂപയാണ്. അങ്ങനെ നോക്കുമ്പോൾ യൂറോ 116 117 ഇരിക്കും. ഇത് നമ്മൾ ഡോളറെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ നമ്മൾ ഫാളായിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അത് നമുക്കിപ്പോൾ അറിയാൻ പറ്റുന്നു. ഗോൾഡ് ETF 5ാമത് ആഴ്ചയിൽ പോസിറ്റീവ് ആയിട്ടിരിക്കുന്നു. ഡിമാൻഡ് വളരെ സ്ട്രോങ് ആയിരിക്കുന്നു ഗോൾഡിന്. മസ്കുലർ കൺട്രോൾ കംപ്ലീറ്റ് ആപ്പോ എന്നത് നമുക്കിപ്പോൾ അറിയാൻ പറ്റുന്നു. എന്നുള്ള മുഖ്യ വാർത്തകളിൽ 2 ഡെവലപ്മെൻ്റ് ഉണ്ട്. ബഫറ്റ് അപ്പ് ഇപ്പം എന്ത് ചെയ്തിരിക്കുന്നു എന്നാൽ പോയ ക്വാർട്ടറിൽ ടോക്കിയോ മറൈൻ എന്ന് ടോക്കിയോയിലുള്ള ഒരു വലിയ ഇൻഷുറൻസ് കമ്പനി 1879 ഇരുന്നിരിക്കുന്ന ഒരു കമ്പനിയാണ്. ഒരു നല്ല കമ്പനിയാണ്. അതിലൊരു 2% വാങ്ങി അവർ കഴിച്ചായിരുന്നു. സാബിട്ട എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാൽ വെറും ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, ബാലൻസ് ഷീറ്റിൽ നിങ്ങൾ ഗ്യാരണ്ടി ചെയ്യും. 2 പേരും ചേർന്ന് ഒരുപാട് കമ്പനികളെ വാങ്ങിയെടുക്കും പറഞ്ഞിട്ടുള്ളത്. നല്ല ഇൻഷുറൻസ് കമ്പനി ഇരിക്കുവാണെങ്കിൽ ഞങ്ങളെ അറിയിക്കുവാണെങ്കിൽ ഞങ്ങൾ വിലയ്ക്ക് വാങ്ങുമെന്നും പറയുന്നു. ഓസ്ട്രേലിയയിൽ 2 കമ്പനിയെ അവർ തുറത്തുന്നതായിട്ടാണ് ഒരു ന്യൂസ് വന്നിരിക്കുന്നത്. കൂപ്പൻ എന്ത് ചെയ്യുന്നു എന്നാൽ ഇൻഡയറക്റ്റ് സ്ട്രൈക്ക് അടിക്കുന്നു. ഇപ്പോഴെല്ലാം ഒരു കമ്പനിയായിട്ട് ഹാപ്പി ആയിട്ട് വാങ്ങിയെടുത്തായിരുന്നു. അതേസമയം 2% വാങ്ങിയിട്ടായിരുന്നു. അതുപോലെ ഓസ്ട്രേലിയയിലും പല കമ്പനികൾ എടുക്കാൻ ഇൻഡയറക്റ്റ് ആയിട്ട് നോക്കുന്നു. പിന്നെ വേണമെങ്കിൽ ഇനിയും കുറച്ച് കാശും കൂടെ ഇടാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് അപ്പൻ തന്നെ ചെയ്തില്ലെങ്കിൽ ഗ്രേ ബിൽ ചെയ്താണെന്ന് അറിയുന്നില്ല. ഒരിക്കലും ന്യൂസ് ഒരിക്കൽ നോക്കുമ്പോൾ ഈ അപ്പൻ ഇന്നൊരു കമ്പനി എടുത്തകത്തിട്ടിരിക്കുന്നു. ഇതേ സമയം ഈ ഗോൾഡ് ലോണിന് എഗെയിൻസ്റ്റ് ആയിട്ട് കടം കൊടുക്കുന്ന കമ്പനികളൊക്കെ 1,63,000 വാല്യൂവിലിരുന്ന് മുത്തൂറ്റ് ഫിനാൻസ്, IIF, മണപ്പുറം ആൻഡ് ഇതിൽ കൺസിഡർ ചെയ്യുന്നു. CSB, ഫെഡറൽ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, കറൂർ വൈശ്യ ബാങ്ക് പോലത്തെ ബാങ്ക്സ് ഇരിക്കുന്നതെന്ന് നിങ്ങൾ അറിയണം. ഇത് ഒരു വിധത്തിൽ നല്ലതായിട്ടിരുന്നാലും ഇത് വന്നിട്ട് റൈസ് ഇൻ ഡിസ്ട്രസിനെ കാണിക്കുന്നു. US എന്ത് പറയുന്നു എന്നാൽ ഇറാൻ്റെ മേൽ സാങ്ഷൻ ഇട്ടിരിക്കുന്നു എന്ന് പറയുന്നു. വേറെ കൺട്രീസിനൊക്കെ വാർണിംഗ് കൊടുത്തിരിക്കുന്നു. ലാസ്റ്റ് വാർണിംഗ് ട്രംപിൻ്റെ വാർണിംഗ് ആണ്. അതായത് ചാക്കോ ട്രംപ് വാർണിംഗ്. എന്ത് പറയുന്നതെന്ന് വെച്ചാൽ അവരൊപ്പം ഡീലിംഗ് വയ്ക്കുവാണെങ്കിൽ നിങ്ങളെ തൊലച്ചു കിട്ടുന്നതാണ് പറയുന്നത്. ഇന്ത്യയുടെ ഡിപ്പെൻഡൻസി ഓൺ റഷ്യൻ ഓയിൽ ഏറിയിരിക്കുന്നു. ബൂട്ടിന് അടുത്ത ആഴ്ച വരുന്നു. സോ പറയുന്നു, എനിക്ക് ആവശ്യമുള്ളതൊക്കെ പറയൂ. ഫെർട്ടിലൈസറും ഒരുപാട് സ്റ്റോക്ക് ഇരിക്കുന്നു. ഞാനും ബോർ ഇടുന്നതിൽ ബിസി ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ഫാമേഴ്സിന് വേണമെങ്കിൽ സ്പെഷ്യൽ റേറ്റിൽ ഈ ഫെർട്ടിലൈസറൊക്കെ തരാമെന്ന് പറയുന്നു. വാങ്ങാൻ്റെ ധൈര്യമുണ്ടോ എന്ന ചോദ്യമാണിപ്പോൾ. ട്രംപ് 7.5% എക്സ്ട്രാ ടാരിഫ് ചൈനയിൽ ഇട്ടിരിക്കുന്നു. അതേസമയം കാനഡയിൽ ഭയങ്കരമായിട്ട് ടാക്സ് കയറ്റി. കാനഡയ്ക്കും അമേരിക്കയ്ക്കും ഒരു യുദ്ധത്തിന് സ്റ്റാർട്ട് ചെയ്ത് വച്ചിരിക്കുന്നു. അതായത് അതിനുശേഷം എന്ത് പറയുന്നതെന്നാൽ ഈ H1B വിസയുടെ വിലയിന് $102.65 ആയിട്ട് കയറ്റി വയ്ക്കാമെന്ന് നോക്കുന്നു. ഇത് കാരണം എംപ്ലോയീസിന് കാസ്റ്റ് കയറും. 50,000 മാനുവൽ വിസയും
20,000 അഡ്വാൻസ്. ഡിഗ്രി ഹോൾഡർ ആയിരിക്കുന്നവരെ വിസയും അഫക്റ്റ് ആവും. 1000 കമ്പനീനെ വാങ്ങി വിത്ത ട്രംപ് ഈ പ്രാവശ്യവും സ്പേസ് എക്സ് സ്റ്റോക്കിനെ വാങ്ങിയിരിക്കുന്നു. മുമ്പ് സ്ട്രേറ്റ് ഡിസൈഡ് ചെയ്തില്ലെങ്കിലും നമുക്ക് ട്രംപിൻ്റെ മെൻറ്റാലിറ്റി എന്ത് എന്നതുപോലെ നമുക്കറിയാൻ പറ്റും. ട്രംപ് സ്ട്രേറ്റ് ഡിസൈഡ് ചെയ്യൂല, ഒരു ചൈനീസ് വാർ ഇരിക്കും, അങ്ങനെയാണ് പറയുന്നത്. അത് എത്രയും ദൂരം എന്നത് നമുക്കറിയാൻ പറ്റുന്നില്ല. $1 ബില്യൺ ചാലഞ്ച്, ചന്ദ്രയുടെ സക്സസ് അതിൽ വരും. ഇത് 88,267 കോടി. എയർ ഇന്ത്യ, ടാറ്റ ഇലക്ട്രോണിക്, അഗർദസ് മൂന്നും ചേർത്ത് കടൻ വാങ്ങിയിരിക്കുന്നു. ആ കടനെ എന്ത് ചെയ്യണമെന്ന് ചന്ദ്രയുടെ ജൂലിയർ തന്നെ ഡിസൈഡ് ചെയ്യണം. അതുപോലെ ടാറ്റ സൺസ് ബോർഡ് വന്ന് 17 സെപ്റ്റംബർ നോക്കുന്നതായിട്ടാണ് ഇരിക്കുന്നത്. അതേസമയം TCS വന്നിട്ട് ഈ പോർഷെയർ ATMM 320 യൂറോ കൊടുത്ത് വാങ്ങിയിരിക്കുന്നു. ഈ സമയം 1.25 ബില്യൺ യൂറോ ഇപ്പിലോ അയൻ ചെയ്തതായിട്ട് പറഞ്ഞിരിക്കുന്നു. അസാന ബാൻ ഇന്ത്യയുടെ പാർട്ട്ണർഷിപ്പിനെ ടൈറ്റൻ ചെയ്ത് ടാറ്റ ക്യാപിറ്റലോടൊപ്പം ഞങ്ങൾ പാർട്ട്ണർ ആയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. എൻസ്കാർട്ട് എന്ന കമ്പനിയിൽ സൗത്ത് ബാങ്ക് 2,200 കോടിക്ക് ആറിനെ വിറ്റ് കൊണ്ടുപോയിരിക്കുന്നു. ഇന്ന് 7% ഷെയർ തന്നെ ഇരിക്കുന്ന ബജാജ് ഓട്ടോ 2 പുതു ബ്രാൻഡ് ന്യൂ വണ്ടി, ഒരു പുതു പ്രോഡക്റ്റും ലോഞ്ച് ചെയ്ത് മാർക്കറ്റ് ഷെയറിനെ റിക്കവർ ചെയ്തതായിട്ട് സംസാരിക്കുന്നു. എഡിഹിറിന് റെവൽമെൻറ്റിൻ്റെ ബ്രാൻഡ് പോയി, അടുത്ത ബ്രാൻഡ് വരണ വരയ്ക്കും ക്രിട്ടിക്കൽ ടൈം ആയിട്ടിരിക്കും. ഇറങ്ങുവാണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യാൻ നല്ല സമയമാണ്. ICICI ബാങ്കും കോട്ടക് മഹേന്ദ്രയും $1.65 ബില്യൺ ഓവർസീസ് ബോണ്ട്സ് എടുത്തിരിക്കുന്നു. ഇന്നൊന്ന് ഇത് വന്നിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ്. ഫെഡറൽ ബാങ്ക് 3% ഇറങ്ങിയിരിക്കുന്നു. ജനാ ബാങ്ക് തരികിറതോം എന്നാണ് ഇരിക്കുന്നത്. ഇപ്പം താഴെ വീഴും എന്ന ഒരു പേടിയിലിരിക്കുന്ന സമയം പ്രൊമോട്ടർ ഒരു 16% ഷെയറിനെ വിറ്റ് പാരഷൂട്ടിൽ ജമ്പ് അടിക്കാം എന്ന് ഇരിക്കുമ്പോൾ ഫെഡറൽ ബാങ്ക് അതിനെ വാങ്ങാമെന്ന് നോക്കുന്നു. ഫെഡറൽ ബാങ്ക് വാങ്ങിയാൽ അത് ഇമ്പാക്റ്റ് ആകുമോ എന്നൊരു പേടിയുണ്ട്. ഈ പേടിയിലാണ് ഇന്ന് മാർക്കറ്റിനെ അടിച്ചിരിക്കുന്നത്. വേണു ശ്രീനിവാസൻ ഇതിനു മുമ്പേ തന്നെ 10% വാങ്ങിയത് നമുക്കറിയാം. ഹിന്ദുസ്ഥാൻ കോപ്പർ 6% സ്റ്റേക്ക് ഇന്ത്യ വിൽക്കാൻ പോകുന്നു. കാരണം നിങ്ങൾ കണ്ടിരിക്കും ഹിന്ദുസ്ഥാൻ കോപ്പറിൻ്റെ വില പെട്ടെന്ന് ഇറങ്ങിയിരിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട്, ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിൽ ഇരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10 - 15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. കൊച്ചുമേക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആർക്കെങ്കിലും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിനെ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.